സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പോൾ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ഷൻ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തിൻ്റെ റിയാക്ഷൻ. ഗൈസ്, ഞാൻ എൻ്റെ പണ്ടത്തെ വീഡിയോ എൻ്റെ പണ്ടത്തെ ഫസ്റ്റ് എവർ വീഡിയോ ഞാൻ എൻ്റെ റിയാക്ഷൻ നോക്കാൻ പോകണമാണ്. സോ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതല്ല എന്താണ് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ, ഫെബിൻ ടെക് അല്ല എൻ്റെ യൂട്യൂബ് ചാനൽ. ഇതിന് മുമ്പ് എനിക്ക് വേറെ ചാനൽ ഉണ്ടായിരുന്നു, എഫ് വ്ലോഗ് എന്ന് പറഞ്ഞാൽ. അതിലാണ് ഞാൻ മെയിനായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഗെയിമിംഗ് ചാനലിന് വേണ്ടി ഗെയിം ഫൈറ്റർ എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടായിരുന്നു. അതുപോലെ വേറെ ചാനലൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഗൈസ്. ഫെബ് ASMR എന്ന് പറഞ്ഞ ചാനലൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഇനി ഏറ്റവും ഫസ്റ്റ് ഞാൻ തുടങ്ങിയൊരു ചാനലാണ് ചാനൽ ഗൈസ്. ഞാനിപ്പോൾ എന്താണ് ഇതിലേക്ക് സ്ക്രീൻ ചെയ്യാം ഗൈസ്. ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങളുടെ ഇവിടെ കാണാൻ പറ്റും ഈ പച്ച കളർ പുല്ലൊക്കെ പിടിച്ചിരിക്കുന്ന ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ചാനൽ. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ചാനൽ. ഇതിൽ എന്താണ് ഫെബ് എഫ് വ്ലോഗ് എന്നാണ്. എഫ് വ്ലോഗ്, ഫെബിൻ വ്ലോഗ് അടിയ യൂട്യൂബ് ലോഗൻ്റെ അവിടെ. അത് ഹൗ ടു ഡൗൺലോഡ് മോസില്ല ഫൈബേഴ്സ് അതിൻ്റെ ഫസ്റ്റ് കിടക്കണം. പക്ഷേ ഞാൻ വീഡിയോസ് ലോഗ് റീസെൻ്റ് അപ്ലോഡ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഞാൻ ആദ്യം ഒന്നാണ് കുറച്ച് ചെടികളുടെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്ന. സോ ഗൈസ്, അപ്പോൾ ഇത് കണ്ടോ ഗാർഡൻ വർക്ക്, നമുക്കത് കണ്ടു നോക്കാം. വെൽക്കം ടു അവർ ഗാർഡൻ, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്നൊക്കെ എഴുതി കാണിച്ചു ഗൈസ്. ഈ വോയിസിന് എനിക്ക് ഇതുണ്ടാകുന്ന അറിയില്ല, കോപ്പിറൈറ്റ് ഉണ്ടാകുന്ന അറിയില്ല. ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്യാനാണ് വെച്ചാൽ വോയിസ് കട്ട് ചെയ്യാനായിരിക്കും. ചെറിയ വീഡിയോ ഫസ്റ്റ് ദിവസം ഞാൻ 2-3 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തായിരുന്നു. ഇതിൻ്റെ ബാക്കി ഇത് തന്നെയാണ്, ചെടികളുടെ തന്നെയാണ് ഇപ്പുറത്തും കാണിച്ചു വെച്ചിരിക്കണേ ഞാൻ. അത് കഴിഞ്ഞ് എൻ്റെ ടിക്ടോക്ക് ഉണ്ട് ഗൈസ്, പണ്ടത്തെ ആഴ്ച. എൻ്റെ മോനെ കൊറോണ ടൈമിലൊക്കെ ഇരുന്ന് ചെയ്ത ഹാനമാണ്, കണ്ടു നോക്കാം. കോപ്പിറൈറ്റ് അടിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ഇതിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അവിടുത്തെ സൗണ്ട് കട്ടായിരിക്കും. നിങ്ങൾ ആക്ഷൻ കണ്ടുപിടിക്കുമല്ലോ, ചോക്ക് ചിലപ്പോൾ വോയിസിലോട്ടാ ഞാൻ കോപ്പിറൈറ്റ് കിട്ടിയില്ലെങ്കിൽ. വെൽക്കം. അത് കോപ്പി അടിക്കുന്ന സാധനം ഉദ്ദേശിച്ചതാണ് ഗൈസ് ഞാൻ ടിക്ടോക്ക് കണ്ടിട്ട്. പക്ഷെ എനിക്കല്ലാണ്ട് വേറെ ആർക്കൊന്നും മനസ്സിലായിട്ട് ഞാൻ കോപ്പി അടിക്കാൻ പോകും. ഗൈസ് കണ്ടോ, നോട്ടം കണ്ടോ. താങ്ക്സ് എവരിവൺ. എന്താണ് അത്ര എഡിറ്റിംഗ് സ്കില്ല് അറിയാമല്ലോ ഗൈസ്. ഫിലിം മേക്കർ എന്ന് പറഞ്ഞ ആപ്പ് വെച്ച് ചെയ്തതാണ് അതൊക്കെ യൂട്യൂബൊക്കെ പഠിച്ചിട്ടാണ് കേട്ടോ. ഇതൊക്കെ എന്താണ് കട്ട് ചെയ്യാൻ പോലും അറിയില്ലായിരുന്നു ഗൈസ്. എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? അയ്യോ ഗൈസ്, പോകണം. പച്ച കളർ പെയിൻറ്റ് വൈറ്റ് കളറായി കാണുന്ന കാശ് എക്സ്പോഷനെ സംഭവിച്ച കേസ് ഒന്ന് ഇതാക്കി നോക്കട്ടെ. ഗൈസ്, ഇത് ഇപ്പം അല്ലെങ്കിൽ എന്തൊക്കെ പോലെ ഉണ്ട്. ഓട്ടോ ചെയ്യാം, ഇപ്പോൾ ഓട്ടോ ഇട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഞാൻ കുറേ ഗെയിമിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട് ആസ്വാൾട്ടിൻ്റെയൊക്കെ. അത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആസ്വാൾട്ടിൻ്റെ ഗെയിമിംഗ് വീഡിയോ വോയിസ് ഇടയ്ക്ക് വെച്ച് പ്ലേ ചെയ്തിട്ടുണ്ട്. വോയിസ് ഇല്ല കൈസ്, അന്ന് കോപ്പിറൈറ്റ് പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. കഴിച്ച് ഞാൻ ഓടിക്കുന്ന സ്കില്ല് കണ്ട കാറൊക്കെ പോകുന്നത്. ഡ്രിഫ്റ്റിങ്, ഇമ്മാതിരി ഡ്രിഫ്റ്റിങ്. റെഡ് കാറായിരുന്നു കൈസ്. ഞാനിപ്പോൾ അത് കളിക്കാറേ ഇല്ല. ഞാൻ മറ്റേ സ്കൂളിൽ കോഡിങ് ക്ലാസ് ഉണ്ടപ്പോൾ അവിടെ പോയിരുന്ന ഞാനൊക്കെ ഇത് കളിക്കുമായിരുന്നു. ഞാനുണ്ടായി, ജീനുണ്ടായി, ജോലുണ്ടായി. ജോയിൽ ഇത് കളിക്കൂലായിരുന്നു എന്ന് തോന്നുന്നു കൈസ്. ഫോട്ടോ കണ്ടിട്ട് ജീൻ കളിക്കുമായിരുന്നു, ഞാൻ കളിക്കുമായിരുന്നു കൈസ്. കണ്ടോ, അവിടെ കളിക്കാൻ വൈബാണ്. അവന്മാരെ കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും കളിക്കും. പിന്നെ അവിടെ ചെന്ന് പിന്നെ റോബ്ലോക്സ് കളിക്കുമായിരുന്നു ഗൈസ്. ഈ വീഡിയോ എന്തൊരു കുഴപ്പം എനിക്ക് തോന്നുന്നു ലൈറ്റ് ഇങ്ങനെ പ്രശ്നമാണെന്ന്. നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഗൈസ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പം ഇവിടെ നിന്നൊക്കെ ലൈറ്റ് നമ്മൾ ടോർച്ചർ തിരിച്ചു വെച്ചാൽ ഓർമ്മ ഗൈസ്. കണ്ടോ എൻ്റെ ഗെയിമിങ് സ്കില്ല് കണ്ടോ ഗൈസ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് മറ്റേ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ അതിന് മെയിനായി ചെയ്തിട്ട് മറ്റേ ഗൈസ് അൺബോക്സിങ് ആണ്. ഹെഡ്ഫോണ്, മൈക്ക്, ട്രൈപോഡ്, ഇങ്ങനത്തെയൊക്കെ അൺബോക്സിങ് ആണ് ഞാൻ മെയിനായി ചെയ്തുകൊണ്ടിരുന്നത്. അതിലേക്ക് വീഡിയോ ഉണ്ട് ഗൈസ്. പിന്നെ ഈ ചാനൽ സെർച്ച് ചെയ്താൽ പോലും കിട്ടൂല ഗൈസ്. ഇത് എനിക്ക് ആരെയും കാണിക്കാൻ ഇഷ്ടമല്ലായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് കാണാൻ നിർബന്ധമാണെങ്കിൽ മാത്രം കയറി കണ്ടാൽ മതി. ഫുള്ള് കോമഡിയാണ്. എൻ്റെ വൈബ് വീഡിയോസൊക്കെ അതിലുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ യൂസ് ചെയ്യാറില്ല. അക്കൗണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. സോ ഗൈസ്, പിന്നെ ആസ്വാൾട്ട് വേറെ ഗെയിം പ്ലേ, പിന്നെ ഫ്രീ ഫയർ കളിക്കുമായിരുന്നു ഗൈസ്. അന്ന് ഞാൻ കളിക്കാനാണ്. മുമ്പിൽ തന്നെ ഇനി നിന്നാൽ പോലും വീഡിയോ വെച്ചാൽ പോലും ചാവൂല. അതുപോലെ ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്.
പിന്നെ ഞാൻ മറ്റേ സ്ക്രിപ്റ്റ് പോലത്തെ പരിപാടി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സൗണ്ട് വന്നില്ലെങ്കിൽ ഞാൻ കോപ്പിറൈറ്റ് വന്നില്ലെങ്കിൽ ഞാൻ സൗണ്ട് കൊടുക്കണമായിരിക്കും. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേക്ക് എന്തായാലും. ഇവങ്ങനെ ഞാനാട്ടാ ഇപ്പോൾ വരാൻ പോണത് ഞാനാണ്. സൗണ്ട് ഇട്ടാൻ മതിയില്ല ഗൈസ്. അന്നേ ഞാൻ മറ്റേ പതുക്കിയായിരുന്നു ആ വീഡിയോയിലൊക്കെ സംസാരിച്ചോണ്ട് തന്നെ സൗണ്ട് ഇട്ടാൽ ഒട്ടും മതിയില്ല. പക്ഷെ ടോർച്ച് അടിച്ചപ്പോൾ ഇങ്ങനെ കൊള്ളാലേ. ഓ ഗൈസ് കൊള്ളാല്ലേ പക്ഷെ നമുക്ക് ഇത്ര കേൾക്കാം, മറ്റേത് വെറുതെ ഇരുന്നിട്ട് ഒരു രസം ഉണ്ടായില്ല. പക്ഷെ ഞാൻ പൈസ കൊടുത്ത് പിള്ളേരെ പറ്റിക്കുന്ന രീതിയിൽ 500 നോട്ട് ആകിയിട്ട് 200 നോട്ട് കൊടുത്ത് 20 രൂപ നോട്ട് കൊടുത്ത് പറ്റിക്കുന്ന പരിപാടിയായിരുന്നു. നമ്മൾ അന്നേ സീനാണ്, അറിയാലോ നിങ്ങൾക്ക്. നമ്മൾ പണ്ടേ സീനാണ്, കണ്ടല്ല. അതാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കിയേക്ക്. നെറ്റിന് റേഞ്ച് ഇല്ല ഗൈസ്, ഒന്ന് ചെക്ക് ചെയ്തിട്ട് കേട്ടോ. അല്ല KB സെക്കൻഡൊക്കെ കാണിക്കണം, അവിടെ വൈഫൈ ഉണ്ടെന്നേ ഉള്ളൂ. സാധനത്തിന് റേഞ്ച് ഇല്ല. ബിക്കോസ് നമ്മൾ അടുത്ത വീഡിയോ സമരം കിടക്കണായിരിക്കും ഗൈസ്. ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ പോയി സമരം. എല്ലാ ദിവസം അവർ വരും, ചെക്ക് ചെയ്യും, നന്നാക്കും, പോയി 2 മണിക്കൂർ കഴിയുമ്പോൾ റേഞ്ച് പോകും. കണ്ട ഗൈസ് 19 KB ഒക്കെ കാണിക്കുന്നത് വെച്ചാൽ ഞാൻ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടാണ്. ഇന്നിട്ട് കഴിഞ്ഞാൽ നാളെ ആവാം. മറ്റേ സീനാണ് അവിടെ വൈഫൈ ഗൈസ്. അപ്പം നമ്മൾ ശരിക്കും ഫസ്റ്റ് അവർ വീഡിയോ തന്നെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതൊക്കെ ഫേസ് കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് ഇതിലെനിക്ക് ബെസ്റ്റായി തോന്നിയ വീഡിയോ ആണ് ഇപ്പം നമ്മൾ ചെയ്യാം. ഫസ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ മറ്റേ ആദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇപ്പം ഞാൻ വേറെ വീഡിയോ എനിക്ക് മറ്റേ ഇതായിരുന്നു ഗൈസ്. എന്താണ് ഞാൻ ഹെഡ്ഫോൺ അൺബോക്സിങ് ചെയ്യണം. അപ്പം അതിൻ്റെ തുടക്കമൊക്കെ കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് നോക്കാം, അതിൻ്റെ റിയാക്ഷൻ നോക്കാം. ഓ ഗൈസ് ഇത് ഞാനാണോ ഈ ലുക്ക് എടുക്കാൻ മുടിയൊക്കെ കിടക്കണ ഉണ്ടായില്ലേ? ഏതാ ലുക്ക് ഹെഡ്ഫോണൊക്കെ പോയിട്ട് സൗണ്ട് കേൾക്കണം എന്താണെന്ന് അറിയില്ല. ഞാൻ പറയാനാണ് ഹെഡ്ഫോൺ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്നത്തെ പരിപാടി തന്നെ കൊടുത്തേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേഗം. നിങ്ങൾ എന്താണ് ചെയ്യാത്ത? വേഗം ചെയ്യുക. ഡീൽ ചുമന്ന വട്ടായി വേഗം സബ്സ്ക്രൈബ് ചെയ്യും ഗൈസ്. പാസ്റ്റ് പ്രസന്റ് ഇനി ഫ്യൂച്ചർ ഇത് തന്നെയായിരിക്കും പറയാം. നിങ്ങൾ വേഗം സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഞാൻ നോക്കി നിൽക്കണം. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കുറവാണെന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കില്ലേ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ പിന്നെ അത് കൂടുള്ളൂ. നിങ്ങൾ ചെയ്യാണ്ടിരുന്നാൽ ഇങ്ങനെ കൂടും കഴിച്ചു. നിങ്ങൾ എന്താ ചെയ്യാത്ത? വേഗം ചെയ്യും. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ. എൻ്റെ സ്റ്റഡി ടേബിളായിരുന്നു കഴിച്ചത്. ഓക്കെ വെയിറ്റൊക്കെ ഞാൻ പറയേണ്ട ഹെഡ്ഫോൺ എന്തോരം ഇതൊന്ന് കളഞ്ഞു പോയെന്ന് ഒരു ദിവസം ട്രിപ്പ് പോയപ്പോൾ ഒന്ന് കളഞ്ഞു പോയി ചെറുതായിട്ട് ഗൈസ്. പിന്നെ യൂട്യൂബിലേക്ക് വന്ന കഥ പറയാനാണെങ്കിൽ വലിയൊരു കഥയാണ് ഗൈസ്. ഞങ്ങൾ ഷോർട്ടായിട്ട് പറയാം. കൂട്ടുകാരൊക്കെ തുടങ്ങി എന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല തുടങ്ങിയത്, വേറെ കുറേ പേരൊക്കെ നിർബന്ധിച്ചുകൊണ്ട് തുടങ്ങിയതാണ് ഗൈസ്. അതിൻ്റെ ഇത് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുക ഗൈസ്. ഫുൾ സ്റ്റോറി ഉൾപ്പെടെ കാണിച്ചു തരാം. സെറ്റാണ് നമ്മളത് അറിയാലോ ഗൈസ്. പിന്നെ നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് അടിക്കാനായിട്ടുണ്ട്. വേഗം ഞങ്ങൾ 500 സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ നമ്മുടെ ഗീവേ ഉണ്ട്. പണ്ടത്തെ ഗീവേ പോലെയല്ല, പണ്ടത്തെ ഗീവേ കൊടുക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചായിരുന്നു ഡിസ്കസ്. അത് പിന്നെ ആ വീഡിയോന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് 2 പേരാണ്. ആ 2 പേരും ഒന്ന് എൻ്റെ തന്നെ വേറെ അക്കൗണ്ടും വേറെ ആരും വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കൊടുത്തില്ല ഗൈസ്. അത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തരുന്നതായിരിക്കും. സോ ഗൈസ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമ്മൾ ഇതിൽ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന മൂവി റിയാക്ഷനാണ്. അല്ല മറ്റേ മൂവിയുടെ ഹിഡൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു. അതിന് നല്ല യൂസ് ആയിരുന്നു. 1000-2000 പേരൊക്കെ ചടപറാന്നുകൊണ്ട് കാണുമായിരുന്നു കൈസ് ഓരോ വീടും. പിന്നെ എനിക്ക് എന്ത് പറ്റിയത്, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല കൈസ്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഇതിനെ ചെയ്യരുത്. വ്യൂസ് കിട്ടിയത് കാര്യം കൈസ്. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഇതിനെ ചെയ്യരുത്. അങ്ങനെ ഞാൻ വ്ളോഗിലേക്ക് തിരിഞ്ഞത് പുതിയൊരു ചാനൽ വരെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് കണ്ടോ കൈസ്, യോയോ കൈസ്. ഞാനിതിവിടെ കാലോടിഞ്ഞിരുന്നപ്പോൾ ബോറടിച്ചാറ് റൂമിക്കണം തപ്പിയപ്പോൾ കിട്ടിയതാണ് കൈസ. കെട്ടിയൊക്കെ എടുത്താൽ പൊട്ടിയ ഭാഗമൊക്കെ സെറ്റാണ്. ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുക കൈസ്. 2018 വാങ്ങിയതാണ്. ചെറുതായി തുരുമ്പൊക്കെ പിടിച്ച് നല്ല കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ആ കാര്യം ചെയ്യരുത്. വെറുതെ ചെയ്ത് അത് നിങ്ങളുടെ എല്ലാ സമാധാനം എല്ലാം ഇതാക്കും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ ഗൈസ്. അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ ചാനൽ.
65 സബ്സ്ക്രൈബേഴ്സ് ഗൈസ്. ഞാൻ ഈ 65 സബ്സ്ക്രൈബേഴ്സ് എന്താണെന്ന് അറിയില്ല യൂട്യൂബിൽ വന്നപ്പോൾ. ഞാൻ മറ്റേ വ്യൂസ് മതിയൊക്കെ പറഞ്ഞാൽ അത് നോക്കിക്കൊണ്ടിരുന്ന ആ സമയത്ത് എനിക്ക് കൂട്ടാനുണ്ടായ കാർത്തിക് എന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ പറഞ്ഞ് അവന് ചാനലുണ്ടായി. അപ്പോൾ അവൻ പറഞ്ഞ നിൻ്റെ ചാനലിൻ്റെ അവിടെ സബ്സ്ക്രൈബേഴ്സേ ഇല്ലല്ലോ. അന്ന് എനിക്കെന്തോ 6 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായ, പക്ഷെ വ്യൂസ് എനിക്ക് ഉണ്ടായ 70-80 ഉണ്ടായി. അന്ന് 70-80 ഉണ്ടായി. അപ്പോൾ അവൻ പറഞ്ഞ് എന്താണ് നിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, നീ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി സബ്സ്ക്രൈബ് എന്താ സാധനമെന്ന്. അങ്ങനെ ഞാൻ പിന്നെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി 65 ആയി. അതെനിക്ക് പിന്നെ പുതിയ ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഫസ്റ്റ് എൻ്റെ ടാർഗറ്റിനാണ് ഈ 65 സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കടക്കണം. എന്നാൽ ഈ ചാനലൊക്കെ കുറച്ച് കൂടണം. 65 കടന്നപ്പോൾ പിന്നെ എൻ്റെ ആഗ്രഹം 100 സബ്സ്ക്രൈബേഴ്സ്, 100 കടന്ന് 200 കടന്ന് 300 400 ഇപ്പം 468 69 ഉണ്ട്. നിങ്ങൾ എന്താണ് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് 500 ആക്കാൻ പറ്റും. സോ ഗൈസ് ഇപ്പോഴത്തെ ചാനലായിട്ട് നോക്കുമ്പോഴത്തെ ഗൈസ് നൈസായിട്ട് നമ്മുടെ ലൈറ്റോടെ താത്ത പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കതൊന്ന് പോയി തപ്പിയെടുത്തിട്ട് വരാം. ആ ലൈറ്റ് സെറ്റാക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണിക്കാം. സോ ഗൈസ് അപ്പോൾ അതായത് നമ്മുടെ ലൈറ്റൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ സ്ക്രീൻ ആയിട്ടുണ്ടാവും. നമുക്ക് ഫെബിൻ്റെ ഒന്ന് സെർച്ച് ചെയ്യാം. ഗൈസ് ഫസ്റ്റ് തന്നെ രണ്ടില്ല കണ്ടോ ഗൈസ്. ഫെബിൻ ടെക് ബ്ലോഗർ സിൻസ് 2022. യെസ് ഗൈസ്, ഈ ചാനൽ 22 ഇപ്പോൾ 24 ഈ വന്ന ഏപ്രിൽ 2 ആകും. നമ്മുടെ ചാനൽ 2 വർഷമായി. എസ് ഗൈസ് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ നമുക്ക് വ്യൂസ് ഇപ്പോൾ 40,000 അടുത്തായിട്ടുണ്ട് ടോട്ടൽ വ്യൂസ്. എന്നാലും ഗൈസ് എനിക്ക് ഇത് സന്തോഷം ഗൈസ്. ആദ്യം ഞാൻ സബ്സ്ക്രൈബേഴ്സ് എന്താണെന്ന് അറിയാണ്ട് അത്രയും കഷ്ടപ്പെട്ട് എന്തോരം വീഡിയോസ് ചെയ്ത് അപ്പോഴൊക്കെ കിട്ടിയ അതേ സന്തോഷം തന്നെയാണ് ഇപ്പോൾ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടപ്പോൾ ഇല്ലാത്തപ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആയി നമ്മുടെ ഏറ്റവും വലുത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ റോക്കിയുടെ വീഡിയോ, റോക്കി ജാസ്മിൻ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്ത് ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സിജോനി ഇടികൊണ്ട് റോക്കിയുടെ കയ്യിൽ നിന്ന് റോക്കി ഔട്ടായി കഴിഞ്ഞു ഗൈസ് ബിഗ് ബോസിൽ നിന്ന്. ഇനി പുറത്ത് വരുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇത് ആദ്യത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഇതായിരുന്നു, എന്താണ് നമുക്ക് എങ്ങനെ കീബോർഡും മൗസും നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോൾ ഇത് ഈ ചാനൽ തന്നെ ഫെബിൻ്റെക്ക് തന്നെ നിങ്ങൾ വേഗം സബ്സ്ക്രൈബ് ചെയ്യും. ഇല്ലെങ്കിൽ എൻ്റെ പുതിയ വ്ളോഗ് ഇങ്ങനെ സംഭവമൊക്കെ വരുമ്പോൾ നിങ്ങൾ അറിയാൻ പറ്റുള്ളൂ. വേഗം ചെയ്ത സമയങ്ങളാണ്ട് അടിയിൽ ചുമന്ന കേട്ടോ നെക്കി ഞങ്ങൾ വൈറ്റ് കളറാക്കുന്നേ. നിങ്ങൾ എന്തിനാ വിഷമിക്കണം, വേഗം ചെയ്യാനാണ്. അത് ഫ്രീ ആണ് സാധനം, സബ്സ്ക്രിപ്ഷൻ പോലെ ഒന്നും എടുക്കണ്ട, ഫ്രീ ആണ് നെക്കങ്ങാട്. ഇതുപോലെ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഗൈസ്, കണ്ട കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലിഫ്റ്റ് കഴിഞ്ഞവർക്ക് വരെ ഫുഡ് എന്താണ് ജ്യൂസ് കൊടുത്തു, ജ്യൂസ് കൊടുത്തു 10 രൂപ ലിച്ചി അല്ല 20 രൂപ ലിച്ചി എന്ന് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ അറിയാതെ നമ്മുടെ ഫണ്ട് ഇതാ, നമുക്ക് ഫണ്ടൊന്നും യൂട്യൂബിന് വരാത്തോണ്ടാ. വന്ന് നമ്മൾ ഫുള്ള് ഫണ്ട് ഇട്ട് മണി പണപ്പണ നമ്മളിങ്ങനെ ഫുള്ള് ഇതായിരിക്കും ഗൈസ്. നമ്മൾ സബ്സ്ക്രൈബേഴ്സും കൊടുക്കലും മറ്റേ ഇതൊക്കെ ആയിരിക്കും, ഗീവൊക്കെ ആയിരിക്കും ഫുള്ള്. ഞങ്ങൾക്ക് അറിയാൻ പാടാത്തോണ്ടാ. അറിയണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് 4000 വാച്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ. ഈ 4000 വാച്ചേഴ്സ് നല്ല പണിയാണ് ഗൈസ്. ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോക്ക് 1 ലക്ഷം വ്യൂസ് ആണ്, ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിരിക്കും. ആൾക്കാർ കാണുന്ന ടൈം അനുസരിച്ച് വാച്ച് അവേഴ്സാണ്, മിനിറ്റ്സ് പോലും അല്ല, അവേഴ്സ് 4000 മണിക്കൂറേ. സോ ഗൈസ് അപ്പം നിങ്ങളെക്കൊണ്ടേ പറ്റുള്ളൂ. നിങ്ങളപ്പോൾ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ ഒക്കെ മുഴുവൻ കാണുക. നിങ്ങൾ ഇടക്ക് വെച്ച് കണ്ടിട്ട് ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ പറ്റിയ മുടി വളർന്ന് ഇതൊക്കെ വളർന്ന് കടയൊന്നും പോകാൻ പറ്റില്ല, കാല് ശരിയായിട്ടില്ല ഗൈസ്. ഇപ്പം കുത്തി തുടങ്ങി വാക്കർ വെച്ച് തന്നെ. പക്ഷെ കാല് കുത്തുമ്പോൾ വേദന ഉണ്ടായി. അപ്പോൾ 2-3 ദിവസം നടന്നാൽ സെറ്റാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കണം. അപ്പം നമുക്ക് നടന്ന് സെറ്റാക്കാം. അത് കഴിയുമ്പോൾ നമ്മൾ ഫുള്ള് വ്ളോഗായിട്ട് ഇറങ്ങുന്നതായിരിക്കും ഗൈസ്. സോ ഗൈസ് അപ്പോൾ ഇതെൻ്റെ ചാനലിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്ന 469 സബ്സ്ക്രൈബേഴ്സ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും, നിങ്ങൾക്ക് പുതിയ വീഡിയോ കാണാൻ പറ്റും. ഗൈസ് ഇപ്പോൾ വീഡിയോ ഓൺ ആയിട്ടുണ്ട്. സോ ഗൈസ് പറഞ്ഞ പോലെ ഞാൻ വേറൊരു സീനാണ്, എനിക്കറിയാം പണ്ടേതാണ്. പണ്ട് എനിക്കൊരു ബുദ്ധിയുണ്ട്, പണ്ടേ യൂട്യൂബ് ചാനലൊക്കെ ഇതായിരുന്നു ഗൈസ്. അപ്പം നിങ്ങൾ ഗൈസ് എൻ്റെ കൂടെ ഏറ്റവും കൂടെ വീഡിയോ ചെയ്യാൻ നാച്ചുറലിനെ ഒരുത്തരാണ്. എനിക്ക് അവനായിട്ട് കുറച്ചും കൂടെ കമ്പനി. പിന്നെ ഗൈസ് ഈ ചാനൽ തുടങ്ങിയാൽ കുറച്ച് എന്നെ കണ്ട് ഇൻസ്പയർ ആയിട്ടാവും. നിങ്ങൾ വലിയ കട യൂട്യൂബേഴ്സ് അല്ല ഗൈസ്. കാരണം ഞാൻ പറയാം, ഞങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അല്ലെന്ന് ഞങ്ങൾ സ്കൂളിൽ വന്നായിരുന്നു. അവനാണ് ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. കാരണം അവരെ ഇതോ പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കി പറത്തിയിടുന്ന വീഡിയോ ഗൈസ്, അത് ക്ലാസ്സിലൊക്കെ വെച്ചായിരുന്നു. അപ്പം ഞാൻ കൊടുത്ത് കേൾക്കാം. പക്ഷെ ഞാൻ അപ്പോൾ കൊടുത്തിട്ട് പൈസയൊക്കെ അടച്ചാൽ ചാനൽ തുടങ്ങണ്ടേന്ന് കൊടുത്താൽ ചെയ്തില്ല. പിന്നെ എൻ്റെ ഫോൺ അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായില്ല ആ സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ കൊറോണ ടൈം അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ തുടങ്ങി. അപ്പം വെറുതെ യൂട്യൂബ് അടിച്ചു നോക്കും. പിന്നെ കൂട്ടുകാർ കുറേ ഹെൽപ്പ് ചെയ്ത് അവന്മാർ തമ്പനിയിൽ എന്താണെന്ന് പറഞ്ഞ് തമ്പനിയിൽ ഇടണമെന്ന് പറഞ്ഞ് തമ്പനിയിൽ എങ്ങനെ ഇടണം, എങ്ങനെ എഡിറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബേഴ്സ് എന്താണെന്ന് വരെ പറഞ്ഞത് ഗൈസ് കാർത്തികൊക്കെ. അപ്പം പിന്നെ എലോജി ചാനലുണ്ട്. അവൻ്റെ വീട്ടുകാർക്ക് സാധനം കാണിക്കുന്ന നല്ല രസമായിരുന്നു ഗൈസ്. ഇപ്പം അവരൊന്നും ആക്റ്റീവല്ല. സോ ഗൈസ് കുറേ മിക്കവാറും ചാനൽസ് അവരാണ് ആക്റ്റീവല്ലായിരുന്നു ഗൈസ്. പിന്നെ എന്താണ് കുറേ കോപ്പിറൈറ്റൊക്കെ നമ്മുടെ മിക്ക വീഡിയോയിലും കിട്ടുന്നത്. നമ്മൾ ഇടയ്ക്ക് മ്യൂസിക്കൊക്കെ ഷെയർ ചെയ്യും. മ്യൂസിക് കട്ട് ചെയ്ത് 2ാമത് വീഡിയോ ഇടും. അപ്പോൾ നമ്മുടെ എൻ്റെ വ്യൂസും കൂടെ പോകുന്ന അവസ്ഥയാണ്. സോ ഗൈസ് അപ്പം ഇത്
ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ റിയാക്ഷൻ. സോ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഓർക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് സദാസമയം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഗൈസ് നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും. സോ ഗൈസ് വെയിറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബ്.